തിരുവനന്തപുരത്തെ വസതിയിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര ആരംഭിക്കാനുള്ള സമയമായിരിക്കുന്നു. 9 മണിയോടുകൂടിയാണ് വസതിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മൃതദേഹം ദർബാർ ഹാളിലേക്ക് എത്തിക്കുക. അവിടെ ആംബുലൻസ് തയ്യാറായി നിൽക്കുന്നത് കാണാം. ഒപ്പം തന്നെ പ്രവർത്തകരെല്ലാം മുദ്രാവാക്യം വിളിച്ച് അവിടേക്ക് എത്തുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രി വി ശിവൻകുട്ടി, സജി ചെറിയാൻ തുടങ്ങിയവരൊക്കെ കുറച്ച് മുൻപ് വന്ന് അദ്ദേഹത്തെ അവസാനമായി വീട്ടിൽ നിന്നും കണ്ട് മടങ്ങിയിരുന്നു. തിരുവനന്തപുരത്ത് അസാധാരണ മഴയും നിൽക്കുന്നുണ്ട്. പക്ഷേ ആ മഴയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പൊതുദർശനമില്ലെങ്കിൽ പോലും ആ വീട്ടിലേക്ക് എത്തി പ്രിയപ്പെട്ട നേതാവിന് അന്ത്യാഭിവാദ്യമേകുന്നത്. വിലാപയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് VS-ന്റെ വസതിയിൽ നിന്ന് ദർബാർ ഹാളിലേക്കുള്ള വിലാപയാത്ര ആരംഭിച്ചിരിക്കുന്നു. പാളയം വഴി ഈ വിലാപയാത്ര 9 മണിയോടുകൂടി ദർബാർ ഹാളിലേക്ക് എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. നമ്മൾ നേരത്തെ ദൃശ്യങ്ങളും ഒക്കെ കണ്ടതാണ്. എനിക്കിപ്പം നമ്മുടെ ന്യൂസ് ഡയറക്ടർ TM ഹർഷൻ കൂടിയുണ്ട്. ഹർഷൻ, ഇപ്പോൾ അത്യധികം ദുഃഖത്തോടെയുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. VS-ന്റെ ഇന്നലെ ആ SUT ആശുപത്രിയിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്തത് മുതൽ തന്നെ നമ്മൾ കേൾക്കുന്ന മുദ്രാവാക്യം ഇതാണ്. ഈ മാത്രമല്ല, ഇപ്പം പലരും പ്രതികരിച്ചതുപോലെ VS ഒരു പക്ഷേ ഇതിപ്പോഴല്ല, VS ജീവിച്ചിരുന്നപ്പോഴേ കേട്ടിട്ടുള്ളതാണ് കണ്ണേ കരളെ VS എന്നുള്ള മുദ്രാവാക്യമൊക്കെ. അത് വീണ്ടും ഉറക്കെ മുഴക്കിക്കൊണ്ട് മഴയെയും അതിജീവിച്ച് അദ്ദേഹത്തിൻ്റെ ആംബുലൻസിന് പുറകെ നൂറുകണക്കിന് അണികൾ പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. VS എന്ന് പറയുന്ന ഈ 2 അക്ഷരത്തെ അവസാനം സ്മരിക്കുമ്പോൾ എനിക്കറിയാം എന്നേക്കാളും എന്തോ എത്ര മടങ്ങ് ഓർമ്മകളും ഒക്കെ VS-നെ കുറിച്ച് ഹർഷന് കാണുന്നത്. തീർച്ചയായും. അതായത് VS അച്യുതാനന്ദൻ്റെ ഒപ്പം എല്ലാ കാലവും വലിയൊരു ആൾക്കൂട്ടം എന്നതല്ല യഥാർത്ഥത്തിൽ. VS അച്യുതാനന്ദൻ സമരമുഖത്തേക്ക് ഇറങ്ങുമ്പോൾ ആ സമരത്തിൽ വരുന്ന ആൾക്കൂട്ടമായിരുന്നു ഒന്നാമത്തേത്. അതിനുശേഷമാണ് VS-നൊപ്പമുള്ള ഈ കണ്ണേ കരളെ എന്ന് VS-നെ ഏറ്റുവിളിക്കുന്ന, അങ്ങനെ ഏറ്റെടുക്കുന്ന ഒരു ജനക്കൂട്ടം വരുന്നത്. 2006-ലാണ് ഈ മുദ്രാവാക്യം ഉണ്ടാകുന്നത്, കണ്ണേ കരളെ എന്നുള്ള മുദ്രാവാക്യം ഉണ്ടാകുന്നത്. അതിനു മുൻപ് VS അച്യുതാനന്ദൻ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ തന്നെയാണ് അന്ന് എല്ലാവരും ഏറ്റുവിളിച്ചിട്ടുള്ളത്. ഇപ്പോൾ PR പ്രവീണ തിരുവനന്തപുരത്ത് നിന്ന് പല ആളുകളോടും, സാധാരണക്കാരായ ആളുകൾ വന്ന് നിൽക്കുകയാണല്ലോ. സേതു ഇവിടെ PR പ്രവീണയ്ക്ക് കൈമാറുമ്പോൾ PR പ്രവീണയോടെ ആളുകളോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കാസർഗോഡ് നിന്നിട്ട് ഇന്നലെ ഈ മരണവാർത്ത അറിഞ്ഞ ആ നിമിഷം കാസർഗോഡ് നിന്ന് മാവേലി എക്സ്പ്രസ്സിൽ കയറി ഒരാൾ തിരുവനന്തപുരത്ത് വന്നിട്ട് VS-നെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം കണ്ണ് നിറഞ്ഞു നിൽക്കുകയാണ്. കണ്ണ് നിറയുന്നുണ്ടല്ലോ, എന്താണ് ഓർമ്മ എന്ന് ചോദിക്കുമ്പോൾ ഒറ്റ മറുപടിയേ ഉള്ളൂ, സമരം. ആ ഒരൊറ്റ മറുപടിയിലാണ് അദ്ദേഹം ഒതുക്കുന്നത്, സമരം എന്നുള്ളത്. ഞാനിങ്ങോട്ട് രാവിലെ ഡ്രൈവ് ചെയ്ത് വരുമ്പം മഴയത്ത് ഇങ്ങനെ എല്ലായിടത്തും പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള വലിയ ഫ്ലെക്സുകളൊക്കെ വെച്ചിട്ടുണ്ട്. അതിങ്ങനെ നനഞ്ഞു നിൽക്കുമ്പോൾ എല്ലായിടത്തും കാണുന്നത് എന്താണെന്നറിയോ? സമരസഖാവിന് വിട എന്നാണ്. അതായത് സമരത്തോട് ചേർത്തല്ലാതെ VS-നെ ഒരു സമയത്തും നമുക്ക് ഓർക്കാനാവില്ല. ഏറ്റവും ഒടുവിൽ മരണത്തോടും അദ്ദേഹം സമരം ചെയ്തു എന്ന് വേണമല്ലോ നമ്മൾ കരുതാൻ. എല്ലാ കാലത്തും സമരം ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ജന്മം മുതൽ ഇങ്ങോട്ട് സമരത്തിലൂടെ തന്നെ കടന്നു വന്നു എന്ന് നമുക്ക് പറയാം. അതായത് ഒരു റിബൽ എന്നുള്ള സ്വഭാവം, ഒരു റിബലിയനാണ് അദ്ദേഹം. ആ നിലയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ എല്ലായ്പ്പോഴുമുള്ള ഇടപെടൽ എന്ന് എല്ലാ വിമർശകരും ഒക്കെ പറയാറുണ്ട് എല്ലായ്പ്പോഴും VS-നെ കുറിച്ച്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക സേതു, VS അച്യുതാനന്ദൻ ജനിച്ച് 4 വയസ്സുള്ളപ്പോൾ അമ്മ മരിക്കുകയാണ്. അക്കമ്മ മരിക്കുന്നത് എങ്ങനെയാണ്, അദ്ദേഹം ദൈവവിശ്വാസം നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത്. MC ആഷിയാണ്, അത് പാർട്ടി നേതാവായിരുന്ന C ചന്ദ്രൻ്റെ മകനാണ് MC ആഷി, അഡ്വക്കേറ്റ്. അദ്ദേഹം അഭിഭാഷകനാണ്. അപ്പോൾ അദ്ദേഹവുമായി സംസാരിക്കുമ്പോഴാണ് VS അച്യുതാനന്ദൻ അത് വിശദീകരിച്ച് പറയുന്നത് എങ്ങനെയാണ് ദൈവവിശ്വാസം നഷ്ടപ്പെട്ടതെന്ന്. അതായത്
ഈ വസൂരി ബാധിച്ച് അമ്മ മരിക്കുകയാണ്. ഈ വസൂരി ബാധിച്ചുള്ള മരണം എന്ന് പറയുന്നത് ഏറ്റവും ഭീകരമായ മരണവും വസൂരി എന്നത് ഏറ്റവും ഭീകരമായ ഏറ്റവും ഭയാനകമായ ഒരു രോഗവുമായിരുന്നു ആ കാലത്ത്. അപ്പോൾ അതിന് വേറെ ചികിത്സയില്ല. അപ്പം അങ്ങനെ വസൂരി വരുന്ന ആളുകളെ വീട്ടിൽ നിന്നൊക്കെ ഏറെ മാറി ഏതെങ്കിലും പാടത്തിൻ്റെ ചേർന്നുള്ള പ്രദേശത്തൊക്കെ ഒരു ഓലപ്പുരയിൽ താമസിപ്പിക്കുകയാണ് പതിവ്, ചെറ്റപ്പുരയിൽ താമസിപ്പിക്കുകയാണ് പതിവ്. അവിടേക്ക് ഭക്ഷണം എത്തിക്കും. അതായത് മുമ്പ് വസൂരി വന്ന് മാറിയവരാരെങ്കിലും അവിടെ കൊണ്ടുവന്ന് ഭക്ഷണം എത്തിച്ചു കൊടുക്കും. അങ്ങനെ പറ്റൂ. ബാധിക്കുന്നവരിൽ 90% പേരും മരിക്കുക. ഇപ്പം നിപ്പ വരുമ്പോൾ ഭയക്കുന്നത് പോലെ അതിനേക്കാൾ കൂടുതൽ വലിയ വ്യാപകമായി പടർന്നു പിടിക്കുന്ന രോഗവുമാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ അച്ഛൻ ശങ്കരൻ മക്കളെ ആ പാടവരമ്പത്ത് കൊണ്ടുവന്ന് നിർത്തി ഈ ചെറ്റക്കുടിലിൽ അമ്മയുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പം VS പറയണം, ആ ഓലക്കീറിനിടയിലൂടെ അമ്മ നോക്കുന്നുണ്ടാവും എന്നെ. അങ്ങനെ മരിച്ചാൽ എന്താ സംഭവിക്കാന്നറിയാവോ? അവിടെ നിന്ന് കൊണ്ടുപോയി ദഹിപ്പിക്കാനൊന്നും പറ്റില്ല. ആ ഓലപ്പുരയോടെ കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാലം 4ാമത്തെ വയസ്സിൽ കണ്ട് അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് ചുവടുവെച്ച ആളാണ്. 8ാമത്തെ വയസ്സ് മുതൽ അധ്വാനിക്കുന്നയാളാണ്. ഒരു തൊഴിലാളിയായി അധ്വാനിക്കുന്നയാളാണ്. ആ സമരത്തിൽ അദ്ദേഹമുണ്ട്. 17ാം വയസ്സിൽ അദ്ദേഹം പാർട്ടി അംഗമായിട്ട് പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. സജീവമായിട്ട് സമരങ്ങളിലേക്ക് ഇറങ്ങുന്നു. കൃഷ്ണപിള്ള അദ്ദേഹത്തെ കണ്ടെടുക്കുന്നു. 17ാം വയസ്സിൽ അദ്ദേഹം ഉന്നപ്രവയലാർ സമരത്തിലേക്ക് കിടക്കുക. അപ്പോൾ ആ കാലം മുതലുള്ള ഒരു സമര വഴി എന്ന് പറയുന്നത് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ അനാഥനായ അമ്മ നഷ്ടപ്പെട്ട എനിക്ക് അച്ഛനും കൂടെ നഷ്ടപ്പെടുന്നു തൊട്ടു പിന്നാലെ. അപ്പോൾ അതോടെ ദൈവവിശ്വാസവും അവിടെ അവസാനിപ്പിക്കുകയാണ് VS. ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം VSനെ ഒരു സമര നായകനാക്കിയതിൽ അച്ഛൻ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. അതായത് ഈ സവർണ കുട്ടികൾ അടിക്കുമായിരുന്നു അന്ന് സ്കൂളിൽ വരുന്ന അവർണ വിദ്യാർത്ഥികളെ. അപ്പോൾ അത് തിരിച്ച് അടിക്കാൻ ഒരു അരഞ്ഞാണം ഉണ്ടാക്കി കൊടുക്കുകയാണ് അച്ഛൻ ചെയ്തത്. അച്ഛൻ അത് വെള്ളി അരഞ്ഞാണം ഉണ്ടാക്കി കൊടുത്തു. ആ അരഞ്ഞാണം വെച്ച് അടിച്ചാണ് ആ സമരത്തിലൂടെയാണ് സ്കൂളിൽ നിൽക്കുന്നത്. അങ്ങനെ ഇങ്ങ് വന്ന് എല്ലാ കാലത്തും സമരത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആദ്യകാലത്ത് VS അച്യുതാനന്ദനെ എല്ലാ മാധ്യമങ്ങളും അത്ര സ്നേഹത്തോടെയൊന്നുമല്ല കൈകാര്യം ചെയ്തിരുന്നത്. അതൊരു വാസ്തവമാണ്. ഇപ്പോൾ VSനെ കുറിച്ചുള്ള നിരന്തര അവധാനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരൊക്കെ അന്ന് ഒരു ശല്യക്കാരനായ സമരക്കാരൻ എന്നുള്ള പ്രതീതിയാണ് VS അച്യുതാനന്ദന് കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ VSന്റെ ആ സമര പരമ്പര ഇങ്ങനെ വന്നത് 96-ന് മുമ്പ് കരുണാകരൻ സർക്കാരുള്ള സമയത്ത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും സജീവമായി പൊതുസമൂഹം മൊത്തത്തിൽ, അതായത് പാർട്ടിയുടെ പദ്ധതികൾക്കപ്പുറത്തേക്കുള്ള പൊതുസമൂഹത്തെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള പരിപാടികളിലേക്കോ അവർക്ക് കൂടി ആശങ്കയുള്ള വിഷയങ്ങളിലേക്കോ നേരിട്ട് പാർട്ടിക്ക് വെളിയിലുള്ള മുഴുവൻ സമൂഹത്തെയും അഡ്രസ്സ് ചെയ്തുകൊണ്ട് അദ്ദേഹം വരുന്നത് 96-ന് മുമ്പ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴാണ്. കരുണാകരൻ മന്ത്രിസഭയുടെ കാലത്ത് ആ കരുണാകരൻ മന്ത്രിസഭയിൽ അദ്ദേഹം കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ വലതും അതിനുവേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടം എന്ന് പറയുന്നത് അവിശ്വസനീയമായ പോരാട്ടം. ഇപ്പോൾ പാമോലിൻ അഴിമതി ആയിക്കോട്ടെ, ഇടമലയാർ കേസ് ആയിക്കോട്ടെ, അന്നു മുതൽ അതായത് 90-കൾ മുതൽ തുടങ്ങിയിട്ട് ആ പോരാട്ടം ഇങ്ങനെ ഈ 2011-ലാണ് ഇല്ല പിടിവിടില്ല എന്നുള്ളതാണ്. 2011-ൽ R ബാലകൃഷ്ണപിള്ളയെ ശിക്ഷിക്കുമ്പോഴും അദ്ദേഹത്തിന് ആ കേസിലുള്ള ആവേശം ഒരു തരിമ്പും നഷ്ടമായിട്ടില്ല VS അച്യുതാനന്ദൻ എന്നുള്ളതാണ്. അതായത് എല്ലാത്തിലും സമരം, സന്ധിയില്ലാത്ത സമരം, അത് തന്നെയാണ് അദ്ദേഹത്തെ വ്യത്യസ്തനായ നേതാവാക്കുന്നത്. ഇപ്പോൾ VS അച്യുതാനന്ദൻ്റെ മരണശേഷം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങളിലൊക്കെ പലയിടത്തും കേട്ടത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ഇതാ പോയി എന്നുള്ളതാണ്. ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ആവാൻ കഴിയില്ല. കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് എപ്പോഴും ആ കമ്മ്യൂണിസ്റ്റിൻ്റെ ഒരു പ്രവർത്തനമുണ്ടല്ലോ, ആ പ്രവർത്തനം കൊണ്ട് ഒട്ടേറെ പേരെ സൃഷ്ടിച്ചേ മടങ്ങൂ എന്നുള്ളതാണ് പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റാണ് മടങ്ങുന്നത് എന്നുള്ളത് VS അച്യുതാനന്ദനെ ഇകഴ്ത്തി പറയുന്നതാണ് എന്ന് തന്നെ വേണം കണക്കാക്കാൻ. അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്തായിരുന്നു എന്നുള്ള ചോദ്യം ഉയരില്ലേ. അപ്പോൾ അങ്ങനെ നോക്കിയാൽ VS അച്യുതാനന്ദൻ ആദ്യന്തം ആ സമരമുഖത്തായിരുന്നു. ആളുകൾക്ക് VSനെ കുറിച്ച് ഓർക്കാൻ ആകപ്പാടെ സമരം എന്ന ഒരൊറ്റ വാക്ക് മതി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചുകൊണ്ടാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. ഇപ്പോൾ ഈ ഇടമലയാർ കേസിൻ്റെ കാര്യം തന്നെ എടുത്താൽ അദ്ദേഹം ഒരു സമയത്തും അതിലൊക്കെ ഒത്തുതീർപ്പിന് ഒക്കെ പല ശ്രമങ്ങളും ഉണ്ടായി VSനെ ഒന്ന് പിന്തിരിപ്പിക്കാൻ. അതിനുശേഷം ഐസ്ക്രീം പാർലർ കേസായാലും ഇങ്ങനെ ഓരോ കേസുകൾ വരുമ്പോഴും VS ഇതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ VS അതിനൊരു അന്ത്യം കണ്ടേ പിന്മാറൂ എന്നുള്ള ഒരു പൊതുബോധം ആളുകൾക്ക്
നീക്കമുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ വി എസിനോടുള്ള വിശ്വാസം അതിനനുസരിച്ച് ആളുകൾ കയറിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. ഒരു പാർട്ടി നേതാവായി കണ്ട വി എസിനേക്കാൾ വ്യത്യസ്തനായി ഈ ക്രൗഡിന്റെ ആൾക്കൂട്ടത്തിന്റെ നേതാവായി അദ്ദേഹം മാറുന്ന കാഴ്ചയും കൗതുകകരമായിരുന്നു. അത് മാത്രമല്ല, ഇപ്പൊ തുടക്ക സമയത്തൊക്കെ നമുക്കിപ്പോൾ പലരും പറയുന്നത് വി എസിന്റെ നീട്ടിയും കുറിക്കുള്ള വർത്തമാനമാണ്. പക്ഷെ പിന്നീട് അദ്ദേഹം ഒരു മുഖ്യമന്ത്രി ആവുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവുന്ന സമയത്ത് അദ്ദേഹം സ്വയം ആ ശൈലി മാറ്റുന്നു അല്ലെ. പണ്ടത്തെ ഒരു നീട്ടിപ്പറച്ചിലിനൊക്കെ അദ്ദേഹം കുറുക്കുന്നു. പണ്ട് പരത്തി മാധ്യമങ്ങൾ സംസാരിച്ചിരുന്നാൽ പിന്നീട് ചുരുക്കാൻ തുടങ്ങി. അങ്ങനെ സ്വയം ഒരു മാറ്റങ്ങൾ കൂടി നമ്മൾ കണ്ടിരുന്നു. പക്ഷെ പഞ്ച് ഡയലോഗുകളുടെ ഉസ്താദായിരുന്നു നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല വി എസ് അച്യുതാനന്ദൻ. അങ്ങനെയൊക്കെ തന്നെ ഓർക്കണം. എന്താ വി എസ് അച്യുതാനന്ദൻ ഇപ്പോൾ വിടവാങ്ങുമ്പോൾ നമ്മൾ എങ്ങനെയാണ് തീവ്രമായ ദുഃഖം തീർച്ചയായും ഉണ്ടാകും. പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ അപ്പുറത്താണ് വി എസ് കേരളീയ സമൂഹത്തിന് ചെയ്തു തന്ന കാര്യങ്ങൾ, നമുക്ക് മുന്നിൽ വെച്ച മാതൃകകൾ. അതിൽ സന്തോഷിക്കുക കൂടിയാണല്ലോ ഈ സമയത്ത് ചെയ്യേണ്ടത്. ആ നിലയ്ക്ക് തന്നെയാണ് ഇതിനെ വിലയിരുത്തേണ്ടത്. കാരണം വി എസ് 100 വർഷത്തിൻ്റെ ചരിത്രമാണ്, 102 വർഷത്തെ ചരിത്രം. അതിൽ ഏതാണ്ട് 85-86 വർഷം അദ്ദേഹം സജീവമായി പ്രവർത്തന രംഗത്തുണ്ട് എന്നുള്ളത് കൂടി പ്രതിപക്ഷ നേതാവാകുന്നു. 93 പ്രതിപക്ഷ ആകുന്ന മറ്റൊരാളും അതുവരെ അതിങ്ങനെ ആ ഒരു മൊമെന്റം കൊണ്ടുപോകാനായിട്ട് എത്ര പേർക്ക് പറ്റും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇതിൽ രസകരമായ ഒരു കാര്യം, വി എസ് അച്യുതാനന്ദൻ 96 പരാജയപ്പെടുകയാണ്. അതായത് മുഖ്യമന്ത്രിയാകും എന്ന് 100% ഉറപ്പുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ വി എസ് അച്യുതാനന്ദൻ തെരഞ്ഞെടുപ്പിനെ നയിക്കുന്ന ആ തെരഞ്ഞെടുപ്പിൽ മാരാരിക്കുളത്ത് വി എസ് അച്യുതാനന്ദൻ പരാജയപ്പെടുകയാണ്. അത് ഞെട്ടിക്കുന്ന പരാജയം ആയിരുന്നു, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിൽ പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് അതിന് കാരണമായിട്ടുള്ളത് എന്നതും പിന്നീട് കണ്ടെത്തി പാർട്ടി തന്നെ. അപ്പോൾ അങ്ങനെ ആ പരാജയത്തിന് ശേഷമുള്ള വി എസിൽ വലിയൊരു മാറ്റമുണ്ട്. വേറൊരു തരത്തിലുള്ള ഒരു വി എസ് ആയി മാറുക. ശരിക്ക് ഈ ജനങ്ങൾക്കിടയിലേക്ക് മുഴുവൻ ക്രൗഡിൻ്റെയും നേതാവ് എന്ന നിലയിലേക്കുള്ള മാറ്റമുണ്ട്. ആ സമയത്താണ് സത്യം പറഞ്ഞാൽ മാധ്യമങ്ങൾ വി എസിനെതിരെ ഏറ്റവും വലിയ ആക്രമണം നടത്തുന്നത്. 96 ശേഷമുള്ള കാലത്ത്. അതാണ് വെട്ടിനിരത്തൽ സമരം എന്നുള്ള മനോരമയുടെ ടൈറ്റിലാണ്. മനോരമ ഈ പേരിടൽ വിദഗ്ധരായതുകൊണ്ട് അങ്ങനെ മനോരമ ഇട്ട ഒരു പേരാണ് വെട്ടിനിരത്തൽ സമരം എന്നുള്ളത്. അത് പിന്നീട് എല്ലാ അർത്ഥത്തിലും വി എസിൻ്റെ എല്ലാ ഇടപെടലിലും CPIM നടത്തുന്ന എല്ലാ ഇടപെടലിലും വെട്ടിനിരത്തൽ എന്നുള്ള പ്രയോഗം വന്നു. വെട്ടിനിരത്തൽ എന്നുള്ള പ്രയോഗം അല്ലാത്ത മറ്റു പാർട്ടികളിലെ സംഘർഷങ്ങളിൽ പോലും ഈ വെട്ടിനിരത്തൽ എന്നുള്ളത്, അല്ലെങ്കിൽ ഉൾപാർട്ടി സമരങ്ങളിലൊക്കെ ഈ വെട്ടിനിരത്തൽ എന്നുള്ള പ്രയോഗം വന്നു. അതൊക്കെ ആ നിലയ്ക്ക് കൗതുകകരമായ കാഴ്ചയാണ്. പക്ഷേ ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു അപരിഷ്കൃതനായ നേതാവ് എന്ന മട്ടിൽ വരുത്തി തീർക്കാൻ അഹോരാത്രം മാധ്യമങ്ങൾ ശ്രമിച്ചു എന്നുള്ളത് വാസ്തവമാണ്. 96 കാലത്ത് 97-ലൊക്കെയാണ് വെട്ടിനിരത്തൽ, മങ്കമ്പിലൊക്കെ. അതെന്താണെന്ന് കാരണം 25 വർഷം മുമ്പ് കേരളത്തിൻ്റെ അവസ്ഥ കൃത്യമായി ഡാറ്റ വെച്ച് നമ്മൾ പരിശോധിച്ചാൽ എന്താ നമുക്ക് മനസ്സിലാവുക? എല്ലാ ആളുകൾക്കും അറിയാം, ദാരിദ്ര്യം ഉണ്ടായിരുന്ന, പട്ടിണി ഉണ്ടായിരുന്ന, തൊഴിലാളികൾക്ക് ജോലി ഇല്ലാതിരുന്ന ഒരു കാലമെന്ന് പറയുന്നത് ഒത്തിരി പഴയ കാലമല്ല, 4 നൂറ്റാണ്ടപ്പുറമുള്ള കാലമാണ്. അതിനുശേഷം പതുക്കെയാണ്. അതിനു മുമ്പ് അതിനേക്കാൾ വലിയ പട്ടിണി ഉണ്ടായിരുന്നു എന്നൊക്കെ. പക്ഷേ ഘട്ടം ഘട്ടമായുള്ള വിവിധ സർക്കാരുകളുടെയൊക്കെ ഇടപെടലും പിന്നെ നമുക്ക് വിദേശത്ത് നിന്ന് വരുന്ന പണവും എല്ലാമായി കേരളം മറ്റൊരു തരത്തിൽ മാറുകയാണ്. പക്ഷെ അതിനു മുമ്പ് കർഷക തൊഴിലാളിയുടെ, സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങാതെ, ഇടപെടാതെ മുന്നോട്ട് പോകാനാവാത്ത ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കർഷകരുടെ, അതായത് കർഷകർ നെൽകൃഷിയിൽ നിന്ന് മാറി മറ്റു കൃഷിയിലേക്ക് പോകുന്നു. സ്വാഭാവികമായും കർഷക തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് മുമ്പിലെ പ്രശ്നം. കർഷകരുടെ പ്രശ്നങ്ങളിൽ ധാരാളം സമരം നടത്തിയിട്ടുള്ള ആളാണ് വി എസ്. പക്ഷേ ഇവിടെ കർഷക തൊഴിലാളിയുടെ പ്രശ്നം, വൻകിട ഭൂവുടമകളെയും കർഷക തൊഴിലാളികളെയും രണ്ട് അറ്റത്ത് നിർത്തിക്കൊണ്ട് നടന്ന ആ സമരത്തിൽ അദ്ദേഹം നെൽവിളയല്ലാത്ത മറ്റു കൃഷികൾ വെട്ടി നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് ആ സമരം പോയി. വലിയ വിമർശനം ആ സമയത്ത് നേരിട്ടു. മാധ്യമങ്ങളൊക്കെ വലിയ ഈ വെട്ടിനിരത്തൽ സമരം എന്നുള്ള നിലയ്ക്ക് അതിനെ അവതരിപ്പിച്ചു. പക്ഷേ കേരളം കണ്ട പരിസ്ഥിതി സമരങ്ങളിൽ ഏറ്റവും അഗ്രസീവായ സമരം എന്ന നിലയ്ക്ക് വയൽനിലങ്ങളെ സംരക്ഷിക്കാൻ, തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കാൻ നടന്ന ഏറ്റവും ശക്തമായ സമരം സത്യത്തിൽ അതായിരുന്നു. വലിയ പരിസ്ഥിതിവാദി എൻഡോസൾഫാൻ സമരകാലത്തും ഒക്കെ വി എസിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. തീർച്ചയായും അത് എൻഡോസൾഫാൻ സമരകാലത്ത് അതിനും അതാണ്, എൻഡോസൾഫാൻ വിഷയത്തിൽ ഒരു തുടർച്ചയുണ്ട്. അദ്ദേഹം എല്ലാ സമയത്തും അതിലിടപെട്ടുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. ആ വിഷയം ഉണ്ടാകുമ്പോൾ ആദ്യഘട്ടം മുതൽ അവിടെ സന്ദർശിക്കുന്നു. അതിനുശേഷം എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ഈ നഷ്ടപരിഹാരം അല്ലെങ്കിൽ സഹായധനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർക്ക് വേണ്ട പരിഗണന നൽകുന്നില്ല, അവരുടെ പുനരധിവാസം വേണമെന്ന് ആവശ്യപ്പെട്ടു തിരുവനന്തപുരത്ത് അദ്ദേഹം ഒരു ദിവസം മുഴുവൻ ആ പ്രായത്തിൽ അദ്ദേഹം സത്യാഗ്രഹം ഇരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും സമരം, ഏത് തലത്തിലും സമരം എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ്? ഈ വെട്ടിനിരത്തൽ കാലമൊക്കെ കഴിഞ്ഞ് 96-ന് ശേഷം അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്ന തലത്തിൽ നിന്ന് അദ്ദേഹം മാറി
അല്ല അദ്ദേഹം ഈ സർക്കാരിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ, അതായത് പാർട്ടി ഭരിക്കുന്നു. VS ആ സമയത്തും, അതായത് മുഖ്യമന്ത്രിയാവാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ VS സമരങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുക കേരളം മുഴുവൻ. അത് 96-ന് ശേഷം കൂടെ അദ്ദേഹം പ്രതിപക്ഷ നേതാവല്ല കേട്ടോ, അതിന് മുമ്പാണ് പ്രതിപക്ഷ നേതാവ്. ആ സമയത്ത് അദ്ദേഹം ഈ കേരളം മുഴുവൻ സമരങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അപ്പോഴും ക്രൗഡ് പുള്ളർ അന്ന് പാർട്ടിയിൽ EK നായനാരാണ്. ഒരു പൊതുവേദിയിലെത്തിയാൽ ഇതുപോലെ ആളുകൾ ഇരച്ചു കയറുന്നത് EK നായനാരും അതുപോലെ തന്നെ VS തമ്മിലും ആശയപരമായ ഭിന്നതയൊക്കെ ഉണ്ടായിരുന്നില്ല. വലിയ ഭിന്നതയുണ്ടായിരുന്നു, പലപ്പോഴും വലിയ ഭിന്നതയുണ്ടായിരുന്നു. മാത്രമല്ല അതിനകത്ത് EK നായനാരുടെ പേര് മുന്നിലേക്ക്, അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവതരിപ്പിക്കുന്നതിൽ VS അച്യുതാനന്ദൻ്റെ പങ്കുണ്ട്. അതായത് പാർട്ടിയിൽ ഉൾപാർട്ടി സംഘർഷങ്ങളിൽ പല തലത്തിലൊക്കെ നിൽക്കുമ്പോഴും അവിടെ ഞാൻ പറഞ്ഞല്ലോ, ആ ഉൾപാർട്ടി സംഘർഷങ്ങളെ പലതരത്തിൽ വിശേഷിപ്പിക്കാം. അത് ആശയപരമായ ഭിന്നത എന്ന് ചിലർ പറയുമ്പോൾ, പാർട്ടിയിൽ തന്നെ ആ കാലത്തെ ഈ ഭിന്നതകളെ കുറിച്ച് പാർട്ടി തന്നെ വിലയിരുത്തുന്നത് അതിൽ പലപ്പോഴും അത് പ്രത്യയശാസ്ത്രപരമായിരുന്നില്ല, വ്യക്തിയാധിഷ്ഠിതമായിരുന്നു പല ഭിന്നതകളും എന്നുണ്ട്. അതൊക്കെ എന്തു തന്നെ ആയിക്കോട്ടെ, പക്ഷേ ആ ഭിന്നതകളിലൊക്കെ അദ്ദേഹത്തിന് ഒരു നിലപാടുണ്ട്. ആ നിലപാടിനനുസരിച്ച് അദ്ദേഹം മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ഒരു കാര്യം, ഈ വ്യക്തിയാധിഷ്ഠിതമാണ് എന്ന് പലരും പറയുമ്പോഴും VS അച്യുതാനന്ദൻ പക്ഷേ അങ്ങനെയാണെങ്കിൽ പാർട്ടിയെ പൂർണ്ണമായി ഒപ്പം നിർത്താനല്ലേ ശ്രമിക്കേണ്ടത്. പക്ഷേ അതല്ല VS ചെയ്തത്. ഇപ്പോൾ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ജില്ലാ കമ്മിറ്റികളിൽ ബഹുഭൂരിപക്ഷവും VS അച്യുതാനന്ദനൊപ്പമാണ് എന്ന് ആണ് മുമ്പ് പറഞ്ഞിരുന്നത്. അതായത് ഔദ്യോഗിക പക്ഷവും VS പക്ഷവും. അപ്പോൾ VSനൊപ്പമാണ് ജില്ലാ കമ്മിറ്റികളെന്ന് പറഞ്ഞു. പക്ഷേ ഈ എല്ലാ ജില്ലാ കമ്മിറ്റികൾക്കും VSനോട് പിണങ്ങാൻ തക്കവണ്ണമുള്ള ഓരോ പ്രശ്നങ്ങളുണ്ടായി. ഇപ്പോൾ ഇടുക്കി ജില്ലാ കമ്മിറ്റി നോക്കിയാൽ അവിടെ 3 എവിക്ഷനുമൊക്കെയായി ബന്ധപ്പെട്ട്, ഭൂമി കൈയേറ്റവും ഒഴിപ്പിക്കലുമൊക്കെയായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രാദേശിക പാർട്ടി നേതൃത്വവുമായി ആ പാർട്ടി നേതൃത്വം പൂർണ്ണമായും VSനൊപ്പം ഒരു കാലത്ത് നിന്നതാണ്. പക്ഷേ അവരുമായിട്ടും അദ്ദേഹം സംഘർഷത്തിൽ ഏർപ്പെടുന്ന ഒരു തലത്തിലേക്ക്, അല്ലെങ്കിൽ അവരെ എതിർക്കുന്ന തലത്തിലേക്ക് അദ്ദേഹം മാറുന്നുണ്ട്. അവിടെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ല എന്നുള്ളതാണ്. അതാ ഞാൻ പറഞ്ഞത്, സമരം ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല VSന് എന്നുള്ളതാണ് നമ്മൾ എവിടെ നോക്കിയാലും കാണാൻ കഴിയുന്നത്. എന്തായാലും വിലാപയാത്ര ദർബാർ ഹാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആകാശ ദൃശ്യങ്ങളും മറ്റെല്ലാം കാണാം. അവിടെ ദർബാർ ഹാളിലെയും ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാണ്. അവിടെ